ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഈ വീഡിയോയിൽ എന്താ ഞാൻ കാണിക്കാൻ പോണേന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം. വെറൈറ്റി എന്നൊന്നും പറയില്ല, പക്ഷെ എന്നാലും ഞാൻ കാണിക്കണേൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം എന്നൊക്കെ പറയാം. അപ്പോൾ ഞങ്ങളിന്ന് കോസ്കോയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ കോസ്കോയിൽ പോണവർക്ക് അറിയാം, ഒബ്വിയസ്ലി എപ്പോഴും നമ്മൾ റെഗുലറായിട്ട് കഴിക്കാത്ത എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ഉണ്ടാവും. അപ്പോൾ ഞങ്ങളിന്ന് പോയപ്പോൾ ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് നോക്കിയിട്ട് പറയാം. സാധാരണ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ജാക്ക് ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട്, മാംഗോസ്റ്റീൻ, ഇതൊക്കെ ചില സമയത്ത് നല്ല എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷെ ചില സമയത്ത് നല്ല റീസണബിൾ റേറ്റിൽ കിട്ടും. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ കംക്വാറ്റ്സ് എന്നാണ്, KUMQUATS. ഇതെന്ന് പറയുന്നത് ഇതൊരു കാണിച്ചു തരാം. ദിസ് വൺ ഇത് നമ്മുടെ ഓറഞ്ചിൻ്റെ പോലത്തെ ഒരു ECPയിലേഴ്സ് ഓറഞ്ചിൻ്റെ പോലത്തെ ഒരു പുറത്ത് നമുക്ക് തോന്നും, പക്ഷെ കുറച്ചും കൂടെ അതിനെല്ലാം വെച്ച് നോക്കുമ്പോൾ കുറേ കൂടെ സ്മൂത്താണ്. ഇത് ഇത്രയേ ഉണ്ടാവുള്ളൂ. ഒരു ഓവൽ ഷേപ്പാണ്. പുറത്ത് ഇതിൻ്റെ കളറ് ഒരു ഓറഞ്ച് യെല്ലോ അങ്ങനത്തെ ഒരു കളറാണ് വരുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പീല് ഭയങ്കര സ്വീറ്റാണ്. ഇത് സാധാരണ മറ്റേ നമുക്ക് ലെമണോ അല്ലെങ്കിൽ ഓറഞ്ചോ പോലെ ഇതിൻ്റെ ഉള്ളിലത്തെ സാധനം മാത്രമല്ല നമുക്ക് കഴിക്കാൻ പറ്റുന്നത്, ആസ് എ ഹോള് നമുക്ക് കഴിക്കാം. ഇതിൻ്റെ തൊലി എന്ന് പറയുന്നത് ഭയങ്കര സ്വീറ്റാണ്. ഉള്ളിൽ വരുമ്പോൾ കുറച്ച് നല്ല പുളി വരും, നല്ല അത്യാവശ്യം ടാങ്കിയാണ്. പക്ഷേ ഇത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും ഒരു നല്ല ടേസ്റ്റ്, നല്ല പുളിയും നല്ല മധുരവും കൂടെ വരുമ്പോഴത്തേക്കും ഒരു സുഖം ഉണ്ടാവുമല്ലോ. പക്ഷെ ഉള്ളിൽ നിറച്ചും സീഡുണ്ട്, മറ്റേ ലെമണിൻ്റെയും ഓറഞ്ചിൻ്റെയൊക്കെ പോലത്തെ നല്ല സീഡുണ്ട്. പിന്നെ ഇതിൻ്റെ സ്മെല്ല് എന്താണെന്ന് വെച്ചാൽ സ്മെല്ല് എനിക്ക് അറിയുന്നില്ല. ഈ സ്മെല്ല് ഓവറോൾ നോക്കുമ്പോൾ ഒരു ഓറഞ്ചിൻ്റെ സ്മെല്ല് എനിക്ക് വരുന്നത്. ഇത് നമുക്ക് ആസ് എ ഹോള് കഴിക്കാം. സോ ടേസ്റ്റി. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും വെറൈറ്റി ഫുഡ് വരുമ്പോൾ ഞാൻ എന്തായാലും വാങ്ങും. ഇങ്ങനെ ഒരു ബോക്സ് എടുത്ത് ഞാൻ പകുതി കോസ്കോന്ന് വരുന്ന വഴി ഞാൻ പകുതി തിന്ന് തീർത്തു. ഇതൊക്കെ വാങ്ങിച്ചാലും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് ഇതൊക്കെ തീർക്കുന്നത്. ഇവിടെ ആരും കഴിക്കില്ല. ദേവനിക്ക് ഇഷ്ടമല്ല, ഏട്ടന് ഇഷ്ടമല്ല, പ്രാർത്തു എന്തോരം കഴിക്കാനാ. അപ്പം അതുപോലെ മാംഗോസ്റ്റീനൊക്കെ വാങ്ങുമ്പോഴാണ് ഏറ്റവും ലക്ക്. മാംഗോസ്റ്റീൻ വാങ്ങിച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നത് ഫുള്ള് കഴിക്കേണ്ട അവസ്ഥ വരും. അങ്ങനെയൊന്നും കുഴപ്പമില്ല. അപ്പം എൻ്റെയൊക്കെ വീട്ടിൽ വെച്ചിട്ട് മാംഗോസ്റ്റീൻ വാങ്ങിച്ചാൽ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ മാംഗോസ്റ്റീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്കും കുറേ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടിയാൽ എല്ലാവരും ഒരെണ്ണം കിട്ടിയാലേ അത്രയും ഇവനെന്തോ കുറേ ഉണ്ടെങ്കിൽ പോലും തല്ല് പിടിച്ചൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഒരെണ്ണം കിട്ടിയാലേ കുറേ സീഡുണ്ട് കയ്യിൽ. നമുക്കിത് ഈ ഫ്രൂട്ട് കഴിക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇത് സീഡ് ഇല്ലാണ്ട് കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കുറേ കൂടെ രസം ഉണ്ടായേനെ. കാരണം നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ ചവച്ച് കഴിക്കും. പക്ഷെ ഇത് ഇടയ്ക്ക് വെച്ച് കുരു തുപ്പണം, അത് ഭയങ്കര ഒരു ഓക്വേർഡായിട്ട് എനിക്ക് തോന്നുന്നത്. അതല്ലാണ്ട് ഈ ഫ്രൂട്ട് നല്ല ടേസ്റ്റിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ് ഇതിൻ്റെ പീല്. ആദ്യമായിട്ട് ഇത് വാങ്ങിയ സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന്. തൊലി കളയണോ അല്ലെങ്കിൽ ഉള്ളിലത്തെ സാധനം മാത്രമാണോ കഴിക്കേണ്ടത്, ആസ് എ ഹോള് കഴിക്കണോ, എനിക്കൊന്നും ഗൂഗിളിൽ നോക്കിയിട്ടും എനിക്കത്ര മനസ്സിലായില്ല. എനിക്കിതേ ഇപ്പം ഞാനൊരു ഫ്രൂട്ട് മുഴുവൻ കഴിച്ചതിന് എനിക്ക് 1, 2, 4, 5 സീഡാണ് എനിക്ക് ഈ ഫ്രൂട്ടിൽ നിന്ന് മാത്രം കിട്ടിയത്. ഈ കുഞ്ഞു ഫ്രൂട്ടിൽ ഇത്ര 5 സീഡുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നില്ല അല്ലേ? വെയിറ്റ് എ സെക്കൻഡ്, ഒന്ന് എടുക്കട്ടെ. ഇതിപ്പോൾ തൊലി കഴിച്ചിട്ട് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തന്നില്ലേ? അങ്ങനെ ഇരിക്കും തൊലി കഴിച്ചിട്ടുള്ള അതിൻ്റെ ഉൾഭാഗം. ഇനി നടുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇത് എനിക്ക് വട്ടം കട്ട് ഇത് ഭയങ്കര പാട്. ഇത് നീളത്തിലാണ് ഇതിരിക്കുന്നത്. കൊള്ളാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇതാണ്. ഈ ഫ്രൂട്ട് വല്ലപ്പോഴും അവിടെ വരാറുള്ളൂ. അപ്പോൾ ആരെങ്കിലുമൊക്കെ കോസ്കോയിൽ പോണവരുണ്ടെങ്കിൽ ഇത് കിട്ടുമ്പോൾ വാങ്ങിച്ച് കഴിച്ചോ. കാരണം നല്ല ഫ്രൂട്ടാണ്, നല്ല ടേസ്റ്റാണ്. ഇത് നാട്ടിലുണ്ടോയെന്ന് എനിക്ക്
അറിയില്ല. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടിപ്പോൾ ഞാൻ 2021 എന്തോ വന്നതാണ്. അപ്പോൾ അതുവരെ ഈ ഫ്രൂട്ട് നാട്ടിലില്ല, നമ്മുടെ കേരളത്തിലില്ല. അത് കഴിഞ്ഞ് വന്നോന്ന് എനിക്ക് ഒട്ടും അറിയേയില്ല. എനിക്കൊരു അപ്ഡേഷനും ഇല്ല നാട്ടിനെ പറ്റിയിട്ട്, കോമൺ കാര്യമല്ലാണ്ട്. അപ്പോൾ നാട്ടിൽ എനിക്കിത് ഉണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെങ്കിലും കഴിച്ച് നോക്കണം, കാരണം നല്ലൊരു ഫ്രൂട്ടാണിത്. വിറ്റമിൻ സി റിച്ചൊക്കെ ആയിരിക്കും ചിലപ്പോൾ, സിട്രസ് ഫ്രൂട്ടല്ലേ. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.